90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. ഈ സെമി ഫൈനൽസിലേക്ക് എത്തിയിരിക്കുന്നത് 22 മത്സരാർത്ഥികളാണ്. അവരുടെ മത്സരം ഇതാ ഇങ്ങനെ തുടരുകയാണ്. ഇനി ഈ വേദിയിൽ മാറ്റൊരുക്കാൻ എത്തുന്നത് ഐറിൻ ട്രീസ സിനോജ് ആണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഐറിനെ ഈ വേദിയിലേക്ക്. ഹലോ ഹലോ. പാട്ടൊക്കെ പഠിച്ചോ? പാട്ടൊക്കെ പഠിച്ചു. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻ, സെമി ഫൈനൽസ് വരെ എത്തിയിരിക്കുകയാണ്. എവിടുന്നാ വരുന്നത്? വീട് എവിടാ? വീട് കറുകച്ചാലിലെ കൂത്രപ്പള്ളി സ്ഥലത്ത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കൂത്രപ്പള്ളി സെന്റ് മേരീസ് യുപി സ്കൂൾ. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പാട്ട് പഠിക്കുന്നില്ല. പാട്ട് പഠിക്കാതെയാണ് ഈ കൊച്ചുമിടിക്ക് ഇത്രയും കുട്ടികളോട് മത്സരിച്ച് ഈ സെമി ഫൈനൽസ് വരെ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം അല്ലേ? ഫസ്റ്റ് റൗണ്ട് ഏതാണെന്നറിയോ? യെസ്, ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട്. അപ്പം ഫസ്റ്റ് റൗണ്ടിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്? വൈശാഖ സന്ധ്യ. ഒരു എവർഗ്രീൻ മലയാളം സോങ് ആണ്. എല്ലാ മലയാളികൾക്കും അത്രത്തോളം ഇഷ്ടമുള്ള ഒരു സോങ് ആണ് ഈ വൈശാഖ സന്ധ്യ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. പാടാൻ ഐറൻകുട്ടി റെഡിയാണോ? അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ വൈശാഖ സന്ധ്യ എന്ന പാട്ടുമായിട്ട് നമ്മളോടൊപ്പം ചേരുകയാണ് ഐറിൻ. ചുണ്ടിലെന്ത് അരുമസഹിത നഗരകാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖ സന്ധ്യ ചുണ്ടിലെന്ത് അരുമസഹിത നഗരകാന്തിയോ. ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം പൊഴിഞ്ഞ സുമം പൂട്ടുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം പൊഴിഞ്ഞ സുമം പൂട്ടുവിടർന്നു. മുഖമാമിൻ മനസ്സിൽ കനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ചുണ്ടിലെന്ത് അരുമസഹിത നഗരകാന്തിയോ. ശലഭം വീണുമയങ്ങി, രതിനളിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി, രതിനദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. നീറുമിൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുക്കി, നീറുമിൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുക്കി. പുളകമുകുളമേന്തി രാഗവൃന്ദാവനം വൈശാഖ സന്ധ്യ ചുണ്ടിലും
സഹിത നദരകാദിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖ സന്ധി ചുണ്ടിലെന്തി അരുമ സഹിത നദരകാദിയോ മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അയറൻകുട്ടി എങ്ങനെ പാടി? പഠിച്ച പോലെയൊക്കെ പാടാൻ പറ്റിയോ? അടിപൊളിയായിട്ട് പാടി. അപ്പൊ ഇനി ഇതിന്റെ ടെക്നിക്കൽ സൈഡ്സ് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ഒന്ന് ചോദിച്ചാലോ? ആരോട് ചോദിക്കണം? ഷാജി സാറിനോട് ചോദിക്കണോ? ആന്റണി സാറിനോട് ചോദിക്കണോ? ആന്റണി സാറിനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആന്റണി സാറിനോട് തന്നെ ചോദിക്കാം. അയറൻകുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ? ആന്റണി സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഐറിൻ വളരെ ഹാപ്പിയാണോ പാട്ട് പാടിയിട്ട്? സന്തോഷമുണ്ടോ? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഏതായാലും മനോഹരമായ ഒരു ഗാനം. പഴയ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ 1987 ഇറങ്ങിയ പാട്ടാണിത്. ശ്യാം സാറിൻ്റെ സംഗീതം, യൂസഫ് അലി കേച്ചേരിയുടെ രചന അല്ലേ? അങ്ങനെയൊക്കെ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാറുണ്ടോ? ഇതാരാണ് ഇതിൻ്റെ പിന്നിലെ ശില്പികൾ എന്നൊക്കെ അന്വേഷിക്കാറുണ്ടോ? പാടുന്ന ആളെ മാത്രം നമ്മൾ കൂടുതൽ അല്ലേ? യേശുദാസ്, ഗാനഗന്ധർവൻ യേശുദാസ് പാടി, ചിത്ര ചേച്ചി പാടി എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു നല്ല എഫേർട്ട് സംഗീതം ചെയ്തവരും രചിച്ചവരും ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, എനിവേ നന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഈ ചെറിയ ചെറിയ സംഗതികളുണ്ടല്ലോ, പാടുന്നതിൻ്റെ ഇടയ്ക്കത്തെ സംഗതികൾ. അതിൻ്റെ അകത്തെ ഒറിജിനലിൽ നിന്നും മോളുടേതായിട്ടുള്ള ഒരു ഒരു വേർഷൻ കൊടുത്തിട്ട് സംഗതി തിങ്സ് എന്നൊക്കെ പറയത്തില്ല, നമ്മുടെ സംഗതികൾ കയറ്റി വിട്ടിട്ടുണ്ട്. ഒറിജിനലിൽ നിന്നും ഇപ്പോൾ ഉദാഹരണമാണ് പല്ലവി ഒന്ന് പാടിയെന്നാൽ 1 2 3 4. വൈശാഖ സന്ധി നിൻ ചുണ്ടിലെന്തി അരുമ സഹിത നദരകാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. അപ്പോൾ അവിടെയെല്ലാം ഒരു ചെറിയ ചെറിയ അവസാനത്തെ ഓരോ ലൈൻ പാടുമ്പോൾ ഓമനേ അടുത്ത പാടിക്ക് പറയൂ നീ അങ്ങനൊരു എൻഡിലെ ഒരു ചെറിയ അക്ഷര സംഗതികളൂടെ ഉണ്ട് അവിടെ കേട്ടോ. അതിൻ്റെ ഒറിജിനൽ വേർഷന് എൻ്റെ അകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു സിംപ്ലിസിറ്റി കൊണ്ട് നമ്മളത് സിമ്പിളാക്കിയിട്ടുണ്ട് ചിലത്. ആ പെർഫെക്ഷൻ വരുത്തുകയാണെങ്കിൽ വളരെ മനോഹരമാവും. നമുക്ക് കഴിവുണ്ട്, നല്ല ടാലൻ്റ് ഉണ്ട്, പാടാനായിട്ടുള്ള നല്ല ശബ്ദം തന്നിട്ടുണ്ട് കേട്ടോ. വളർന്നു വരുന്ന ഗായികയാണ്. അതുകൊണ്ട് ഈ ഒറിജിനൽ സംഗതികളൊന്ന് കേട്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, വെൽ ഡൺ. നമുക്ക് ഷാജി സാറിനോടും കൂടി ചോദിക്കാം അല്ലേ? സാർ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അയറിൻ്റെ പെർഫോമൻസ്? ആന്റണി സാറ് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം റെക്കോർഡ് സോങ്സ് പ്രത്യേകിച്ച് സിനിമ പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് അതിൻ്റെ സംഗതികളെല്ലാം തന്നെ ഓമനേ പറയൂ നീ. ഇപ്പം വൈശാഖ സന്ധ്യ എന്ന് പഠിക്കുക വൈശാഖ സന്ധ്യ നിൻ സന്ധ്യ എന്നുള്ള അത് പഠിക്കേ. വൈശാഖ സന്ധ്യ അവിടെ കുറച്ചൊരു സംഗതികൾ അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്. അതുപോലുള്ള ഈ ഷാൻസായ്ക്കകത്ത് മോഹമേ പറ എന്ന് പറഞ്ഞ പോലെ ഷാൻസ എന്ന് പാടിക്കാം മോളെ. ഒരു യുഗം ഞാൻ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ. അതുപോലെ ഉള്ള ചില എൻഡിങ് നോട്ടുകൾ ഈ പാട്ടിനകത്ത് കൂടുതലായിട്ടുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ കൂടുതലുള്ള ഒരു പാട്ടാണിത്. അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് പാടിയേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അയറൻകുട്ടി നല്ല കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ അവർ ചെയ്തു തന്നു. അപ്പോൾ നമുക്കെന്നാ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അടുത്ത റൗണ്ട് ഏതാ അറിയോ? തമിഴ് സോങ്. യെസ്. അപ്പം അയറൻ ഇനി മത്സരിക്കാൻ പോകുന്നത് അന്യഭാഷാ റൗണ്ടിലാണ്. അയറൻകുട്ടി എത്തിയിരിക്കുന്നത് ഒരു തമിഴ് സോങ്ങുമായിട്ടാണ്. ഏതാണ് പാട്ട്? വസീകര. പാടും. അടിച്ചുപൊളി പാട്ടാണ്. ഈ സ്റ്റേജ് അടിച്ചു പൊളിക്കുമോ? അപ്പോൾ ഈ സ്റ്റേജ് നമ്മൾ എന്താണെങ്കിലും അയറിനായിട്ട് വിട്ടുകൊടുക്കാൻ പോവുകയാണ്. സ്റ്റേജിൽ ഒരു അടിപൊളി പാട്ടുമായിട്ട് അയറിൻ.
வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களில் ஏக்கங்கள் தேரும். வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க உன் ஜென்மங்களில் ஏக்கங்கள் தேரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவாதானே. ஏங்குகிறேன் தேங்குகிறேன் உன்னினவால் தாயினா. அடிமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோடு ஸ்நேகம், ஒரு போர்வைக்குள் இரு தூகம். குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்தும் கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும். சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும். வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க முன் ஜென்மங்களில் ஏக்கங்கள் தேரும். தினமுமே குளிர்ந்ததும் என்னை தேடி என் சேலை நுனியாலுண்டென் தலை துடைப்பாயே அது கவிதே. திருடன் போல் பதுங்கியே திடீரென்று பின்னாலிருந்து என்னை நீ என்னை பாயே அது கவிதே. யாரேனும் மணி கேட்டால் அதை சொல்லக்கூட தெரியாதே. காதலினும் முடிவிலியில் என் காதலேதும் பிரியாதே. வசீகரா என் நெஞ்சிற்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க முன் ஜென்மங்களில் ஏக்கங்கள் தேரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவாளானே. ஏங்குகிறேன் தேங்குகிறேன் உன்னினவாள் நானே நான். അരങ്കുട്ടി എങ്ങനെ പാടി? നന്നായിട്ട് പാടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ജഡ്ജസിലേക്ക് പോയാലോ? അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലേ. സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഐറിൻ, പിന്നെ ഐറിന് മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, മ്യൂസിക്കിൻ്റെ യാതൊരു ട്രെയിനിങ്ങും ഇല്ല. ഓ ശരി, എന്നിട്ട് ഇത്രയും പാടുന്നുണ്ടല്ലോ. അപ്പോൾ ടാലൻറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെയും ശ്രദ്ധിച്ചായിരുന്നു,
വൈശാഖ സന്ധ്യ പാടിയപ്പോഴേ വളരെ ഈസി ആയിട്ട് പോവുകയാണ്. ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ മോളുടേതായിട്ടുള്ള ഒരു വേർഷനിൽ അതൊക്കെ പാടുക. ആ സംഗതിയുടെ ഒറിജിനൽ എന്താണ്, അതിൻ്റെ പെർഫെക്ഷൻ എങ്ങനെ ആക്കാം, അതിനെപ്പറ്റി ഒന്നും ഒരു ബോധറേഷൻ ഇല്ലാതെ അങ്ങ് പാടി വിടുക. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്, നല്ലൊരു കോൺഫിഡൻസാണ്, നല്ലതായിരിക്കുന്നു കേട്ടോ. പക്ഷേ എങ്കിലും ഞാൻ പറയാണ് ഒരു എക്സ്പേർട്ടിൻ്റെ പാട്ടൊന്ന് കേട്ടിട്ട് ഞാൻ ആ ഒറിജിനൽ പാടുന്നതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യണം. ഒറിജിനൽ കേട്ടിട്ട് വേറൊരു മ്യൂസിക് മാഷോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ട്രെയിനറോ ആരുടെ പോയി എന്താണ് ഞാൻ പാടുന്നതിൻ്റെ ചെറിയ ഡിഫക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പെർഫെക്റ്റ് ആക്കാം. അതിനു വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ വേറെ കാര്യത്തിനല്ല. നല്ല ഗായികയാകാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ പിന്നണി ഗായികയൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ ഈ സിമ്പിളായിട്ട് പാടി വിടുന്നുണ്ട്. ടോപ്പ് പോർഷനിൽ ഈ പാട്ട് ഞാൻ ശ്രദ്ധിച്ചത് ടോപ്പ് പോർഷൻ, അതിന് ചെറിയൊരു ടോപ്പ് പോർഷനേ ഉള്ളൂ. ആ ഭാഗം ഇച്ചിരി ഒരു സ്ലൈറ്റ് സ്ട്രെയിൻ വരുന്നുണ്ട്, പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതിന് ചെറിയ മേളൊരു ഭാഗം പാടുന്നില്ലേ, ഇച്ചിരി മേലോട്ട് പാടുന്നില്ലേ, അത് ഏത് ഭാവ ഒരു സ്വല്പം പാടി. എങ്കേയും പോകാമൽ ദിനം വീട്ടിലേ നീ വീണ്ടും ചില സമയം വിളയാട്ടായി ആ ഭാഗമേ ഉള്ളൂ. ആ പാട്ടിന് വലിയ ടോപ്പൊന്നും ഇല്ല. പക്ഷെ അങ്ങോട്ട് മേലോട്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം വോയിസ് പ്രാക്ടീസ് ഉണ്ട്, വോക്കൽ പ്രാക്ടീസ് ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്യണം. നല്ല ട്രെയിനിങ് നേടിയാൽ ബെറ്റർ ആക്കാം കേട്ടോ, പെർഫെക്റ്റ് ആക്കാം. കീപ് ഇറ്റ് അപ്പ്, നന്നായിരിക്കുന്നു, വെൽ ഡൺ. ഓക്കെ. ഷോയ് സാർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഐറിൻ്റെ പെർഫോമൻസ്? ഐറിൻ നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ, പാട്ട് വളരെ നന്നായിരുന്നു. കുറച്ചുകൂടെ ഫീലൊക്കെ വരുത്തി പാടാവുന്നതാണ് കേട്ടോ. പാട്ടിൻ്റെ ഭാവങ്ങൾ കുറച്ചുകൂടെ കൊണ്ടുവരണം. പിന്നെ ഈ ടോപ്പ് എത്താനായിട്ട് ശകലം ആദ്യത്തെ സ്റ്റാൻസയിൽ കൂടുതലായിട്ട് തോന്നി, രണ്ടാമത്തെ സ്റ്റാൻസ അത്ര വന്നില്ല. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പാട്ടിൻ്റെ ഫീല് നല്ലപോലെ നോക്കണം. ശ്രുതി താളമൊക്കെ നന്നായിട്ടുണ്ട്. ഇച്ചിരി ലയനം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ലയനം ഫീലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ജഡ്ജസ് പറഞ്ഞതൊക്കെ മനസ്സിലായോ? അപ്പോൾ ഇനി പാടും ഇതൊക്കെ ശ്രദ്ധിക്കോ? അപ്പോൾ എന്താണേലും നല്ല സ്വരമാണ്, നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആകും എന്നൊക്കെ അവർ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നടക്കട്ടെ. അപ്പോൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഐറിൻകുട്ടി എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം. റിസൾട്ട് അറിയാൻ കുറച്ച് സമയം എടുക്കും, അപ്പോൾ കാത്തിരിക്കാം. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.